ചെയ്യേണ്ട ഒരു കടമ എന്നുള്ളതാണ് തോന്നുന്നത്. നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം ആവശ്യപ്പെട്ടതെല്ലാം അവിടെ എത്തിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷം. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം സാധനങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് നമ്മളുടെ പ്രദേശത്തിൻ്റെ ഒരു കിടപ്പും ഘടനയും നമ്മുടെ ആളുകളുടെ തൊഴിലും ഒക്കെ എപ്പോഴും അപകടം മുന്നിൽ കണ്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പോണത്. പ്രത്യേകിച്ച് ഇപ്പോൾ കാട്ടുനായ്ക്ക സമുദായത്തിലുള്ള അല്ലെങ്കിൽ പണിയ സമുദായത്തിലുള്ള ആളുകളൊക്കെ വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിത രീതി പിന്തുടരുന്ന ആളുകളാണ്. അപ്പോൾ അവർ തേനെടുക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോവുക. തേനെടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്കിവിടെ 2 കുപ്പിയിൽ തേന് കാണാം. തേന് നമ്മൾ കൊടുക്കുമ്പോൾ ആളുകൾ ചോദിക്കണത് ഇത് ഒറിജിനലാണോ എന്നാണ്. ഈ ചോദിക്കുന്ന ആളുകൾക്ക് ഇത് ഒറിജിനൽ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയുമോ നമുക്കറിയില്ല. നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അന്നമാണ് ആ കുപ്പിയിലുള്ള സാധനം. അപ്പം അതിൽ വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിനോടും ഈ പറയുന്ന കാടിനോടൊക്കെ തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വഞ്ചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പറയാനുള്ളൊരു സാധനം എന്താ വെച്ചാൽ ഒരു തേനെടുക്കുക എന്നുള്ള പ്രക്രിയ ഒരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സല്ല. എങ്ങനെയാണോ ഒരു തേനെടുക്കുക എന്നുള്ളത്, ആ തേനെടുക്കുന്ന സമയത്ത് തേനിൻ്റെ മരത്തിൽ കയറുന്ന ഒരാളുണ്ട്. ഒരു ഗ്യാങ് ആയിട്ട് പോയിട്ടാണ് തേനെടുക്കുക. അപ്പോൾ തേനെടുക്കാൻ മരത്തിൽ കയറുന്ന ആൾ അയാളുടെ ജീവൻ പണയം വെച്ചിട്ടാണ് തേനെടുക്കുക. തേനെന്ന് പറയുന്നത് ഒരിക്കലും മരത്തിൻ്റെ ഒരു നമ്മൾ കാണുന്ന വണ്ണമുള്ള ഒരു ചില്ലയിലായിരിക്കില്ല തേനുണ്ടാവുക. തേൻ എപ്പോഴും മരത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ചില്ലകളിലാണ് തേനുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫ്ലാറ്റിൻ്റെ സൈഡിലും പാലത്തിൻ്റെ അടിയിലൊക്കെ വലിയ തേനുകൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ 100ഉം 150ഉം തേനുകൾ ഒരു മരത്തിൽ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ പോയിട്ടാണ് നമ്മൾ തേനെടുക്കുക. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. തേനീച്ച കുത്തിയാലൊക്കെ ആൾക്കാർ ആശുപത്രിയിൽ വരും അല്ലേ. അപ്പം അത് ഒരു തേനീച്ച കുത്തിയിട്ടാണ് വരുന്നത്. ഈ 100ഓളം കൂടുള്ള ഒരു മരത്തിൽ കയറുന്ന ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? അത് നമ്മൾ നോക്കിയാൽ കണ്ണെത്താത്ത അത്ര ഹൈറ്റുള്ള മരത്തിലായിരിക്കും ഇത്തരം തേനുകൾ കൂടുക. അപ്പോൾ അവിടെ നിന്ന് തേന് ഇളകിക്കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് കുത്തുകൊള്ളും. കുത്തുകൊണ്ടാൽ എന്ത് ചെയ്യും? മരത്തുമ്പോൾ പിടിവിടും. പിടിവിട്ടാൽ ഈ പറയണ പോലെ 10-500 മീറ്റർ ഉയരമുള്ള, നോക്കിയാൽ കാണില്ല ചോലയിലുള്ള മരങ്ങൾ. അപ്പം അത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്കൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്രയ്ക്ക് ജീവൻ പണയം പെടുത്തിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ വേഷം നോക്കിയിട്ടാണ് അവർ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വിലയും നിശ്ചയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ഇത് അവർക്കൊരു 10-200 കൊടുത്തു കഴിഞ്ഞാൽ അവർ തരും എന്നുള്ളൊരു മനോഭാവമാണ് പൊതുവെ പൊതുസമൂഹത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വനസംരക്ഷണ സമിതിയൊക്കെ ചേർന്നിട്ട് നമ്മൾ ഇതിനൊരു താങ്ങ് വില പോലെ നമ്മൾ 1 കിലോയ്ക്ക് 500 രൂപ നിരക്കിലാണ് നമ്മൾ ആളുകളെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്നത്. അത് വർഷം നമ്മൾ 50 രൂപ നിരക്കിൽ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഇത് നമ്മുടെ ആളുകളുടെ ഒരു മുഖ്യമായിട്ടുള്ള വരുമാന മാർഗമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പുറമേയെല്ലാം നോക്കുന്ന സമയത്ത് നമ്മൾ കുറേ സ്റ്റാർട്ടപ്പുകൾ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആളുകളിപ്പോൾ നിലവിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കൂടുതൽ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്കും ഇവിടെയുള്ള ആളുകൾക്കും പുറമേ പോയി ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളൊരു ജീപ്പിൽ പോയി കഴിഞ്ഞാൽ വലിയ പൈസയാണ്. അതിപ്പോൾ നിങ്ങൾ ട്രഷറർ സാറൊക്കെ വണ്ടിക്കാരെ വൈകുന്നേരം പിരിച്ചു വിടുമ്പോൾ മനസ്സിലാവും. അപ്പം അത് നമ്മളെന്താ വെച്ചാൽ ഒരു ദിവസം നമ്മൾ പണിക്ക് പോയി കിട്ടുന്ന പൈസയേക്കാൾ അധികമാണ് ആ പൈസ. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ ആയി കിട്ടുന്ന റേഷൻ പോലും വാങ്ങി വരുമ്പോൾ 2 സൈഡിലേക്കുള്ള വണ്ടിക്കൂലി പ്ലസ് അന്നത്തെ പണിക്കൂലിയും കൂടി ഒഴിവാക്കിയിട്ട് നമ്മൾ പോണത്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവിടെയുള്ള ആളുകൾ പുറത്താ ജീവിക്കുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ജയോ അല്ലെങ്കിൽ അങ്ങനത്തെ അരിയല്ല, വല്ല ബസുമതിയോ അങ്ങനെയുള്ള വില കൂടിയിട്ടുള്ള 10-70 രൂപ വിലയുള്ള അരി മേടിച്ച് കഴിക്കണം. അത്രയും ചിലവ് ഞങ്ങളിവിടെ റേഷൻ അരിക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മളിവിടെ ഒരു ഗോത്ര കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. VSS ഉണ്ട്. അതേപോലെ തന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു സൊസൈറ്റി പോലെ നമ്മുടെ ആളുകളെ എല്ലാം കൂട്ടി ചേർത്തുകൊണ്ട് നമുക്കിവിടെ ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാം, അതിലൂടെ എങ്ങനെ നമ്മളുടെ പഠനം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് തൊഴിൽ സൃഷ്ടിക്കാം എന്നൊക്കെയുള്ള ചിന്തയുടെ ഭാഗമായിട്ട് നമ്മളൊരു സൊസൈറ്റി പോലെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഈ മുകളിലൊക്കെ നമുക്ക് ഇഞ്ചിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി, കച്ചോലം, മഞ്ഞൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഗോത്ര കൂട്ടായ്മേൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് തൊഴിൽ ദിനങ്ങൾ നമ്മൾ തൊഴിലുറപ്പ് വഴി കൊടുക്കുകയും ഇങ്ങനെ ലഭിക്കുന്നത് അവരുടെ അഡീഷണൽ ഇൻകമായിട്ട് നമ്മൾ അവരുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാനുമാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു ശ്രമമാണ് എങ്ങനെ ഇവിടെയുള്ള ആളുകൾക്ക് മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു നിവേദനം കൂടി സാറിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ, ഇപ്പോൾ ഇത് നിലവിൽ നമുക്കുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാളാണ്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സഹായത്തോടു കൂടി നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു പ്രൊഡക്ഷൻ സെൻറ്റർ ഇവിടെ വരികയാണെങ്കിൽ ഈ വരുന്ന തേനാണെങ്കിലും മറ്റ് വനവിഭവങ്ങളാണെങ്കിലും ഒക്കെ ഇവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ചേർന്നിട്ട് അതിൻ്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് നിലമ്പൂർ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ടൂറിസം ഹബ്ബായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ കൂടെ ഉൾച്ചേർത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റുകൾ ബ്രാൻഡഡ് ഐറ്റംസ് ആയിട്ട് നമുക്ക് വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിൽ തേനെടുക്കുന്ന ആളുകൾക്ക് തേനെടുക്കൽ അവരുടെ ട്രഡീഷണൽ ഒക്കുപ്പേഷനാണ്. അപ്പോൾ അത് അവർക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രായമായിട്ടുള്ള സ്ത്രീകളും ഒക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ പ്രൊഡക്ഷൻ സെൻറ്ററിൽ ഇവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ തരംതിരിക്കാനും അതിൻ്റെ ശുദ്ധീകരണത്തിനും അതിൻ്റെ ഡ്രൈയിങ് പ്രോസസ്സിലൊക്കെ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടേക്കും നമുക്ക് തൊഴിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇവിടെ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് മാർക്കറ്റിംഗ് ഫീൽഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ നമുക്ക് മാർക്കറ്റിങ്ങിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ട് അവരെ ആ ഫീൽഡിലേക്ക് കൊണ്ടുപോയി അവിടെ തൊഴിൽ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്നൊക്കെയുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അതോടൊപ്പം ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു സജഷൻ വെച്ചിട്ടുള്ളത് അടുത്ത അവരുടെ വർക്കിംഗ് പ്ലാനിൽ ഈ ഏരിയയെ കൂടി ഇക്കോ ടൂറിസം മേഖലയായിട്ട് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ നമുക്കൊരു ടൂറിസം പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും, അതിലൂടെയും നമുക്ക് തൊഴിലുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉള്ള റിസോഴ്സ് വെച്ചിട്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു ഇടം ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു റിക്വസ്റ്റ് പോലെ നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും അറിവോടും അനുവാദത്തോടു കൂടി ഞാൻ സാറിനെ ഏൽപ്പിക്കുകയാണ്. അവർ നമുക്കത് അനുവദിച്ച് തരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ സർ പ്ലീസ്. അപ്പൊ ഇതിൽ നമ്മളിവിടെ പറഞ്ഞു വെറ്റിലക്കൊല്ലി, പാലക്കയം, അതേപോലെ വെണ്ണേക്കോട് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു സൊസൈറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഏകദേശം നമുക്കൊരു 300-നടുത്ത് ആളുകൾ ഇതിൽ അംഗങ്ങളായിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അത്രയും ആളുകൾക്ക് ഗുണം ലഭിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങളതിനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് പരിഗണിക്കണമെന്ന് നമ്മൾ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. നന്ദി. നമസ്കാരം എല്ലാവരും.